നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളെപ്പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു ചെറിയ അനുഭവം പറയാം. രണ്ടാളുകൾ ഒരേ പരീക്ഷ എഴുതി. ഒരാൾ പരാജയപ്പെട്ടു, മറ്റേയാൾ വിജയിച്ചു. പരാജയപ്പെട്ട ആളോട് ചോദിച്ചു, എന്തു ചെയ്യും? അയാൾ പറഞ്ഞു, ഓ, എനിക്കിതൊന്നും പറ്റില്ല. ശരിക്കും ഇവിടെ ഒരു വാചകമാണ് പറഞ്ഞത്. ആ ഒരു വാചകം ഒരു തീരുമാനമായി. ആ തീരുമാനം ഒരു വിശ്വാസമായി. വിശ്വാസം ശരിക്കും അയാളുടെ ജീവിതമായി. ഇവിടെയാണ് നാം പലരും കാണാതെ പോകുന്ന ആ വലിയ സത്യം. അത് നമ്മുടെ ഉള്ളിൽ നമ്മളോട് നിശബ്ദമായി സംസാരിക്കുന്ന ഒരു ശബ്ദമാണ്. നീ പോരാ, നിനക്ക് കഴിവില്ല, അവനെ നോക്ക്, അവർ ഇവിടെ എത്തി, നീ വൈകിപ്പോയി. ഈ ശബ്ദം ഒരിക്കലും നിലവിളിക്കില്ല, വളരെ ശാന്തമായിരിക്കും. അതുകൊണ്ടാണ് നാം അതിനെ സത്യം എന്ന് വിളിക്കുന്നത്. ഒരു ദിവസം, ഒരു മാസം, ഒരു വർഷം, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആ ശബ്ദം നമ്മുടെ തന്നെ സംവിധായകനായി മാറുന്നു. ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റൊരാൾ വിമർശിച്ചാൽ നാം വേദനിക്കും. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ ദിവസവും വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോട് മാത്രം നമുക്കൊരിക്കലും വേദന തോന്നാറില്ല. കാരണം എന്താ? അതിന് നമ്മൾ പരിചിതരായി. ഇന്ന് ഒരു പരീക്ഷണം ചെയ്യൂ. ദിവസം മുഴുവൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കൂ. ഇനി മാറ്റാൻ ശ്രമിക്കേണ്ട, വിധിക്കേണ്ട, കേൾക്കുക മാത്രം ചെയ്യുക. അത്ഭുതപ്പെടും. നിങ്ങളുടെ ജീവിതത്തെ പിന്നോട്ട് വലിക്കുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളല്ല, നിങ്ങൾ വർഷങ്ങളായി വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ചില വാചകങ്ങളാണ്. ഓർമ്മിക്കുക, ഓരോ ചിന്തയും സത്യമല്ല, ഓരോ ഭയവും ഭാവിയുമല്ല. മനസ്സ് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അതെ അതെ എന്ന് പറയേണ്ട ബാധ്യതയും നമുക്കില്ല. ചില ചിന്തകളോട് നോ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ പറയുക. അങ്ങനെ പറയാൻ നാം പഠിക്കുന്ന ആ ദിവസമാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് അവസാനിക്കുന്ന നിമിഷം. അന്നു മുതലാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നയിക്കാൻ തുടങ്ങുന്നത്. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ശീലത്തെക്കുറിച്ചാണ്. അത് ശരിക്കും വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഒരു ഇരുട്ടിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. അതിന് നിങ്ങൾക്ക് റെഡിയാണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം. ലവ് യു ഓൾ, ബി ഹാപ്പി.